ഹലോ ഗൈസ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു ഇൻട്രസ്റ്റിലും ഇതിലും ഞാനിങ്ങനെ വീഡിയോ ഇടാഞ്ഞിട്ട് പോലും ഇപ്പോൾ ഞാൻ അതുപോലെ വീഡിയോ ഇടാഞ്ഞിട്ട് പോലും എനിക്ക് 300K ആക്കി തന്നതിന് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചോളുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ എൻ്റെ കൈ കാണുമ്പോൾ വിയർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നെയിൽ പോളിഷാണ്. ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്തില്ല, അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ആദ്യത്തെ സീക്രട്ട്, ഇതൊരു 2 hours ഒക്കെ വന്ന സീക്രട്ട് ആട്ടോ ഞാൻ വായിക്കാൻ പോകുന്നത്. ഹായ്, ഹലോ, ഞാനൊരു 17-year-old ബോയ് ആണ്. ഐ വാസ് സ്റ്റഡിങ് ഇൻ എ ഹോസ്റ്റൽ ദ ഏജ് ഓഫ് 9. ഇറ്റ് വാസ് എ മദ്രസ. ദർ വാസ് വൺ സർ ഹു ഫ്ലേർട്ടഡ് വിത്ത് മീ. ഞാനൊരു കുട്ടി ആയതിനാൽ തന്നെ എനിക്ക് ഇതൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സംടൈംസ് ഹി വിൽ ലിപ് ലോക്ക് മീ. ഏത് ഗേളാണോ ബോയാണോ? ഓക്കെ, ഇതൊരു ബോയ് അയച്ച മെയിലാണ്. He wanted me to suck his... No. He effed me every night for 1.5 months. This went same. I was about to die. At the age of 9, I didn't know such things. I was abroad, so that's why I don't know anything. In the hostel, maybe after every child sleeps, he will come by 11 or 12 p.m. He comes and picks me to his room and removes my mouth and start. I didn't know why I was standing there like a doll for him. And finally, I thought this is the right thing. I started thinking this thing for a while and I asked him, is this right? He gave me his phone and said to play games. After that incident, I started to study about this because of my curiosity, and I understood the world and called my father and wanted him to come and pick me. I said the half scenes. He was totally destroyed and I went from there. Even now, no one knows the whole story of me because I'm an introvert. My mind is fully filled with such things. I couldn't recover my mind. I don't know how to forget this. Iva nee idu post cheyyunnundengil please inform the part number. Okay. ഇത് വെറും എൻ്റെ തുടക്കം മാത്രമാണ്. എൻ്റെ സ്റ്റോറി കേട്ടാൽ നീ ചിലപ്പോൾ ഒരു നോവൽ തന്നെ എഴുതും. ഇഫ് യു ക്യാൻ ഹെൽപ്പ് മീ മെൻ്റലി പ്ലീസ് റിപ്ലൈ. ഐ ആം വെയിറ്റിംഗ്. അടുത്ത സീക്രട്ട്. ഹേയ് വാ, ഹൗ ആർ യു? ഞാൻ ഇവിടെ മിക്ക വീഡിയോസും കാണാറുണ്ട്. എനിക്ക് 17 വയസ്സുണ്ട്. ഞാൻ പൊതുവെ ആളുകളോട് അത്ര അടുക്കാറില്ല. ഐ ഡോണ്ട് നോ വൈ, പക്ഷെ അങ്ങനെയാണ് ഞാൻ. എന്നാൽ അടുത്താൾ ഒടുക്കത്തെ കമ്പനിയാവും. ഈ സീക്രട്ട് ഞാൻ ആരോടും അത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. സീക്രട്ട് ഇതാണ്, ഞാൻ 5th പഠിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. അത്രയും വർഷം കുറേ പെൺകുട്ടികളെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇവളെ കണ്ടപ്പോൾ എനിക്ക് ക്രഷ് അടിച്ചു. സെയിം ക്ലാസ്സിലെ കുട്ടിയാണ്. ഞാൻ അവളെ കാണുന്നത് ഒരു ഓറഞ്ച് കളർ ഡ്രസ്സിലാണ്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ. പക്ഷേ ഞാൻ അത് അത്ര കാര്യമായി എടുത്തില്ല. ബട്ട് ഞാൻ ആ സ്കൂൾ മാറി. ആ വർഷം തന്നെ ഞങ്ങൾ വേറെ നാട്ടിലോട്ട് താമസം മാറി. ബട്ട് ആ കൊച്ചിനോടുള്ള ഇഷ്ടം പോയില്ല. ഒരു വർഷം കണ്ടതുകൊണ്ടാവും. ഫിസിക്കൽ അട്രാക്ഷൻ മാറി സീരിയസ് ആയി. ഞാൻ സ്കൂൾ മാറി, എന്നാലും എനിക്ക് അവളെ ഒടുക്കത്തെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ നാൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ കുറേ കള്ള കഥകൾ പറഞ്ഞു. എനിക്കൊരു കൊച്ചുമായി ഇഷ്ടമാണ്, ഞങ്ങൾ സെറ്റാണ് എന്നൊക്കെ. ആ പൊട്ടന്മാർ അതൊക്കെ വിശ്വസിച്ചു. അങ്ങനെ കുറേ നാളായി, ഏകദേശം 6 years. ഞാൻ +1 പഠിക്കുമ്പോൾ എനിക്ക് അവളുടെ ഇൻസ്റ്റ ID കിട്ടി. അതൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. ഞാൻ അവൾക്ക് റിക്വസ്റ്റ് ഇട്ടു. ഇത്രയും നാൾ ഇഷ്ടമുണ്ടായിട്ട് ഞാനൊരു മെസ്സേജ് അയക്കാത്തത് അവളുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. കിട്ടാൻ പാടൊന്നുമില്ല, പക്ഷേ ഒരാളുടെ നമ്പർ, അതൊരു പെൺകുട്ടിയുടെ നമ്പറിൽ വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അവസാനം ഞാൻ റിക്വസ്റ്റ് ഇട്ടു. അവൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ 2-3 തവണ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്ത് നോക്കി. ലാസ്റ്റ് അവൾ അക്സെപ്റ്റ് ചെയ്തു. ബട്ട് എന്നാലും എനിക്ക് മെസ്സേജ് അയക്കാൻ പേടിയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അഡ്വൈസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഫ്രണ്ട് ഒരു ഹായ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഹായ് ഇട്ടു. ഇത് വർക്കൗട്ടായി. അവൾ എന്നോട് ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ പഠിച്ചതാണ് എന്ന്. അവൾക്ക് എന്നെ മനസ്സിലായി. അങ്ങനെ കുറേ നേരം ചാറ്റ് ചെയ്തു. പക്ഷേ അവൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കില്ല. ഞാൻ അയച്ചാൽ റിപ്ലൈ തരും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. 6 months ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് മെസ്സേജ് അയച്ചു. ലാസ്റ്റ് ഞാൻ പേടിച്ച് കാര്യം പറഞ്ഞു, ഇഷ്ടമാണെന്ന്. പക്ഷേ നൈസായിട്ട് റിജക്റ്റ് ചെയ്തു. അവൾ പറഞ്ഞു, എനിക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല എന്ന്. എനിക്ക് നന്നായി വിഷമമായി. പക്ഷേ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞു. ഞാൻ മെസ്സേജ് ഒന്നും അയച്ചില്ല. ബട്ട് ഇപ്പോഴും എനിക്ക് അവളെ ഇഷ്ടമാണ്. അത് ലുക്ക് കണ്ടിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാറുണ്ട്, അവളെ കാട്ടിലും ലുക്കുള്ളവരെ. If you think the person you love is not as attractive as the people you see on the roadside, I don't think it's true love. It is true love, Eva. No. എനിക്ക് റിജക്റ്റിൻ്റെ റീസൺ അറിയില്ല. ചിലപ്പം അവൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണില്ല.
ഇതത്ര വലിയ സീക്രട്ട് ഒന്നുമല്ല, എന്നാലും എനിക്ക് വേറെ ഒരാളെ ഇങ്ങനെ കാണാൻ സാധിക്കില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ വരും, എന്നാലും അതിനൊരു ലൈഫില്ല. ഇതാണ് ആ സീക്രട്ട്. ആൻഡ് ഇവ, ഐ ലൈക്ക് യുവർ വീഡിയോസ്. ആൻഡ് റിയൽ നെയിം പറയോ പ്ലീസ്? മൈ റിയൽ നെയിം ഈസ് ഇവാക്കുലസ്. താങ്ക് യു. അടുത്ത സീക്രട്ട് ഇതാണ്. ഞാൻ 5th പഠിക്കുമ്പോൾ എനിക്കൊരു കുട്ടിയോട് ക്രഷ് അടിച്ചു. എനിക്ക് ക്രഷ് അത് കേട്ട് മതിയായി. ഞാൻ പറയട്ടെ, ക്രഷ് അടിച്ചു. ഒരുപാട് വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തു. ആൾ അക്സെപ്റ്റ് ചെയ്തില്ല. അതല്ലേ? ഐ നോ ബ്രോ, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ആ സീക്രട്ട് വായിച്ചു. അതന്നെയായിരുന്നു. ക്രഷിനോട് ഇഷ്ടം തോന്നി. ഇഷ്ടം പറഞ്ഞപ്പോൾ റിജക്റ്റ് ചെയ്തു. It's okay. It happens. ഹായ് ബ്രോ, ഹലോ. ഇത് സീക്രട്ട് ഒന്നുമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. അവിടെ വെച്ചൊരു പെൺകുച്ചിനെ കണ്ടു. ഓക്കെ, ഷി വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഐ ഫെൽ ക്രഷ് ഓൺ ഹർ. ഓക്കെ, എനിക്ക് ക്രഷ് തോന്നി. പറയണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് അവൾക്ക് നല്ല ജാടാണ്, വേറെ ആരെങ്കിലും നോക്കടാ എന്ന്. അവർ പറഞ്ഞത് എനിക്ക് എന്തോ പോലെ തോന്നി. എല്ലാവരും ചേർന്ന് നെഗറ്റീവ് അടിച്ചത് കൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല. നൗ വി ആർ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് കമ്മിറ്റഡ് വിത്ത് അതർ ഗൈ. ആ പെൺകൊച്ചാണോ അതോ വാസ് ദാറ്റ് യു? വൺ ഡേ ക്ലാസ് കഴിഞ്ഞ് അവൾ വീട്ടിൽ പോകാൻ നിൽക്കുന്നു. അവളുടെ വീട്ടിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു 4 hours ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളും അവളുടെ ഫ്രണ്ട്സും ഓക്കെ പറഞ്ഞു. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് 2 എണ്ണം അടിക്കാൻ തോന്നി, ആൽക്കഹോൾ. സോ അടുത്തുള്ള ബെവറേജിൽ വണ്ടി നിർത്തി ഒരു കുപ്പി വാങ്ങി. ഇവരുടെ കൂടെ നിന്ന് അടിച്ചാൽ എന്ത് വിചാരിക്കും എന്ന് വെച്ച് എൻ്റെ കയ്യിൽ തന്നെ കുപ്പി പിടിച്ച് ബാക്കിലിരുന്നു. അവളുടെ ഫ്രണ്ട് ഇത് കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു, ആ കുപ്പി ഉണ്ടോ, എങ്കിൽ പിന്നെ 2 എണ്ണം അടിക്കാമെന്ന്. അങ്ങനെ ഞാനും ഇവർ 2 പേരും ഒരുമിച്ച് കാറിൽ ഇരുന്ന് വെള്ളം അടിച്ചു ഓവർ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ അവളോട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന്. നീ എന്ത് വിചാരിക്കുമെന്ന് അറിയില്ലാത്തത് കൊണ്ടാ പറയാതെ ഇരുന്നേന്ന്. നീ ക്ലാസ് തുടങ്ങി ആദ്യത്തെ മാസം തന്നെ ഇഷ്ടമാണെന്ന് പറയുമായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ യെസ് പറഞ്ഞേന്ന് എന്ന്. നിനക്ക് ഫീൽ ആയില്ലേ ഇവ? ഇല്ലേ? നോ. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നീ ക്രഷ് അടിച്ചിട്ടില്ല. സോറി, എന്നാലും നിന്നോട് ഇത് പറയണമെന്ന് തോന്നി പറഞ്ഞു. എന്നാ ഞാനിപ്പോൾ നോ ഹാപ്പൻ വിത്ത് യു. മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. മൈക്ക് കണക്ട് ചെയ്യാത്തില്ല. ഇപ്പൊ കേൾക്കാമോ ഗൈസ്? നമ്മുടെയൊക്കെ കാര്യം ഇങ്ങനെ തന്നെ. ഇൻസ്റ്റ ഒരു പ്രൊഫൈൽ കണ്ട് ക്രഷ് തോന്നി. നോ 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 ക്രഷ് പ്ലീസ്. ഞാൻ ഇത് എൻഡ് ചെയ്യാൻ പറഞ്ഞുതരാം. ഒന്നില്ലെങ്കിൽ അവള് നോ പറഞ്ഞ്. ഈ മെയിലിൽ ഫുള്ള് അതില്ല, ഹാഫ് വന്നിട്ടുള്ളൂ. ഐ ക്യാൻ കോ വരെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വായിച്ചിരുന്നെങ്കിലാ. അടുത്ത സീക്രട്ട്. ഹായ് വാ, ഐ ലവ് യുവർ വീഡിയോസ് ആൻഡ് ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് യു ദി സീക്രട്ട് ഓഫ് മൈൻ. എന്നെ എൻ്റെ കൂട്ടുകാരൻ എന്നും ഉപദ്രവിക്കുമായിരുന്നു. ഒരു ദിവസം എന്നെ കുറേ ഉപദ്രവിച്ചപ്പോൾ ഞാൻ അവൻ്റെ സൈക്കിളിൻ്റെ കാറ്റഴിച്ചു വിട്ടു. അന്ന് അവൻ വീട്ടിൽ പോകാൻ കുറേ കഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഇന്നും അവൻ്റെ സൈക്കിളിൻ്റെ ഓരോ സാധനങ്ങൾ അയച്ച് കളയാനും കാറ്റഴിച്ച് വിടാനും തുടങ്ങി. ഇപ്പോൾ എനിക്ക് 17 വയസ്സായി. ഇതുവരെ ആർക്കും അറിയില്ല ഞാനാണത് ചെയ്തതെന്ന്. ഷുഡന്റ് ഡു സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, ഹലോ. ഞാൻ പേര് പറയല്ലേ, ഓക്കെ. ഇത് വലിയ സീക്രട്ട് ഒന്നുമല്ല, ബട്ട് എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. ഇത് ഇന്ന് നടന്നതാണ്. 22/11/2023. ഇന്ന് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ലഞ്ച് ബ്രേക്കിന് കഴിക്കാൻ പോയി. ബുദ്ധിക്ക് നല്ല സ്ഥിരത ഇല്ലാത്ത ഒരു ചേട്ടൻ എൻ്റെ സ്കൂളിലുണ്ട്. ആ ചേട്ടൻ എൻ്റെ ബാക്കിൽ അടിച്ചു, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. എൻ്റെ ക്ലാസ്സിലെ എല്ലാ ബോയ്സും അതറിഞ്ഞു. ബട്ട് അവരെന്നെ കളിയാക്കിയതൊന്നുമില്ല. കളിയാക്കിയാൽ ഞങ്ങൾക്ക് അറിയാം, അത് അവർക്കും അറിയാം. പിന്നെ ഞാനും 2 ഫ്രണ്ട്സും അത് പോയി ടീച്ചേഴ്സിനോട് പറഞ്ഞു. ടീച്ചർ കുഴപ്പമില്ല, HMനോട് പറയാമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ എൻ്റെ ക്ലാസ്സിലെ വേറെ ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സും എൻ്റെ ക്ലാസ്സിലെ ബോയ്സും മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. ആ ചേട്ടനൊന്നും അറിയില്ല, എനിക്കതറിയാം. ബട്ട് എനിക്ക് വല്ലാതെ വിഷമമായി. ഇത് ചേച്ചിയോട് പറയണമെന്ന് എനിക്ക് തോന്നി, വിഷമം ഒന്ന് മാറ്റാൻ. ഐ നോ ഹൗ ഇറ്റ് ഫീൽസ്.
ഒരാൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് തന്നെ മനസ്സിലാവും എത്ര മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന്. ഐ എം സോറി ദിസ് ഹാപ്പൻ ടു യു. ഹായ് വാ, എനിക്ക് +1 പഠിക്കുന്ന ടൈമിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവരെയും പോലെ ഞാനത് മറച്ചു വയ്ക്കാനൊന്നും ശ്രമിച്ചില്ല. ഐ ടോൾഡ് ഹർ ദാറ്റ് ഐ ലവ് ഹർ. 2-3 days എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല. ദെൻ ഷീ ടോൾഡ് മീ ഐ എം ജസ്റ്റ് എ ഫ്രണ്ട് ടു ഹർ. പിന്നെ കുറേ കഴിഞ്ഞ് ഐ വാസ് സ്റ്റിൽ ഇൻ ലവ് ബട്ട് ഷീ നെവർ ഫെൽ. ദെൻ +1 കഴിഞ്ഞ് അപ്പോൾ കൊറോണ സ്റ്റാർട്ടായി. വി സ്റ്റാർട്ടഡ് ചാറ്റിംഗ്, ഇൻസ്റ്റ ആൻഡ് സ്നാപ്പ് മോസ്റ്റ്ലി. വി ഷെയർഡ് സീക്രറ്റ്സ്. നമ്മൾ ഓൾമോസ്റ്റ് അൺബ്രേക്കബിൾ ആയി. ബട്ട് ഐ വാസ് സ്റ്റിൽ ഇൻ ദ ഫ്രണ്ട് സോൺ ബട്ട് പ്രൊമോട്ടഡ് ടു ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചിട്ട് ഓവർ എ ഇയർ ആയി. ഐ സ്റ്റിൽ ലവ് ഹർ ബട്ട് അവൾക്ക് ഇപ്പോൾ ന്യൂ ഫ്രണ്ട്സായി, ഒരു ബോയ് ഫ്രണ്ടായി. സോ ഞാൻ അവളെ ലൈഫിൽ നിന്ന് ഇറങ്ങി. ഷീ ഫൗണ്ട് സമൺ ബെറ്റർ. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ബട്ട് വൈ കുഡൻറ്റ് ഇറ്റ് ജസ്റ്റ് ഹാവ് ബീൻ മീ? ചോദിക്കണം എന്ന് കുറേ വിചാരിച്ചു. ബട്ട് ഐ എം ലോസ്റ്റ്. മൈ ബ്രോ, ജസ്റ്റ് മൂവ് ഓൺ. ക്രഷിലൊന്നുമില്ലടാ. ഓൾസോ ആ ക്രഷ് മൂവ് ഓൺ ആയെങ്കിൽ ആ ക്രഷിന് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ആയെങ്കിൽ വൈ ഡു യു ഗൈസ് ഗോ ബിഹൈൻഡ് ദാറ്റ് പേഴ്സൺ? ഇഫ് ഇറ്റ്സ് യോഴ്സ് ഇറ്റ് വിൽ കം ടു യു. ഇഫ് ഇറ്റ്സ് നോട്ട്, ജസ്റ്റ് forget it. This crush is stupid shit and all. I don't like him. അത് മൂവ് ഓൺ ആയ ഒരാളെ പിടിച്ച് മൂവ് ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നില്ല. ഷി വാസ് യുവർ ക്രഷ് ഓർ ഹി വാസ് യുവർ ക്രഷ്. പക്ഷെ ആൾ ഓൾറെഡി കമ്മിറ്റഡ് ആയെങ്കിൽ ഷീ ഓർ ഹീ ഡസൻറ്റ് കെയർ അബൌട്ട് യു. നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ട് വേറൊരാളോട് യെസ് പറഞ്ഞെങ്കിൽ ഹീ ഓർ ഷീ ഡസൻറ്റ് കെയർ അബൌട്ട് യു, ഡസൻറ്റ് ഗിവ് എ ഷിറ്റ് അബൌട്ട് യു. ബൈ. ഇന്നത്തെ സീക്രട്ട് റീഡിങ് എത്ര ഉള്ളൂ. അടുത്ത സീക്രട്ട് റീഡിങ് ആയി വരുന്നത് വരെ നമുക്ക് ടാറ്റ.